ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ നമ്മൾ പെരുന്നാൾ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളിൽ ഞാനൊരു തിക്കിടിയും പത്തിരിയും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ പെരുന്നാളിന് നമ്മൾ തിക്കിടി കഴിച്ചപ്പോൾ കുറേ ദിവസം കൂടിയിട്ട് തിക്കിടി കഴിച്ചപ്പോൾ നമുക്ക് തിക്കിടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആ സെയിം സംഭവം തന്നെ തിക്കിടി ഇട്ടു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. തിക്കിടിയും അതുപോലെ തന്നെ മട്ടൻ കറിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമ്മുടെ വീക്ക് ഡേ ആണ്, വീക്കെൻഡ് ഒന്നും അല്ല, വീക്ക് ഡേയിൽ തന്നെയാണ്. എങ്കിലും നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് മട്ടനും കാര്യങ്ങളുമൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ തിക്കിടിയുടെ കൂടെ അങ്ങ് റെഡിയാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നല്ല കൂടുതൽ ബോണോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോണും മീറ്റും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് കറി വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ സ്പൈസി ആയിട്ടുള്ള മട്ടൻ കറി, പിന്നെ എന്നത്തെയും പോലെ തന്നെ 1 കപ്പ് ചൂട് ചായയും. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു തിക്കിടി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇതിനെ തിക്കിടി എന്നാണ് പറയുന്നത്. നമ്മൾ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിലാണ് നമുക്ക് പെരുന്നാളുകൾക്കും വിശേഷ ദിവസങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ റെഡിയാക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ റൈസ് ബോൾസ്, തേങ്ങാപ്പാൽ, നമ്മുടെ പിടിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഐറ്റം. പിടിയൊക്കെ പോലത്തെ അതിൻ്റെ വേറൊരു ഐറ്റമാണ്. പിന്നെ നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു 2-3 ചോക്ലേറ്റ് എടുത്തു. അത് നമ്മളെല്ലാവരും കൂടി ഓരോന്ന് കഴിച്ചു. അതിനുശേഷം നെക്സ്റ്റ് ലഞ്ച് എന്ന് പറയുന്നത്, ലഞ്ചിൻ്റെ കുക്കിംഗ് പരമായിട്ടുള്ള വിശേഷങ്ങളൊന്നും കിച്ചൺ വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. ലഞ്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ചൂട് ചോറ്, പിന്നെ ചമ്മന്തിപ്പൊടി, അതുപോലെ തന്നെ മോര് കാച്ചിയത്. നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ടേബിളിൽ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോര് കാച്ചിയത്, പിന്നെ ഫിഷ് ഫ്രൈ, കിങ് ഫിഷ് കുറച്ച് ഫ്രൈ ചെയ്തത്, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എല്ലാം ടേബിളിലേക്ക് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് ചീരത്തോരൻ, കുറച്ച് തേങ്ങ ആക്കി ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ചീരത്തോരൻ. പിന്നെ ഒരു എഗ്ഗ് ഓംലെറ്റ്. അപ്പം ഞാൻ ഈ എഗ്ഗ് ഓംലെറ്റ് വട്ടത്തിൽ ഓംലെറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഇക്കാക്ക് വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ മുട്ട കുറച്ചെടുത്ത്, എനിക്ക് മക്കൾക്ക് മുട്ട കുറച്ച് ചിക്കി പൊരിച്ചിരിക്കുകയാണ്. ഒരു 2-3 മുട്ട എടുത്ത് ചിക്കി പൊരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ കറികൾ എന്ന് പറയുന്നത്. പിന്നെ മക്കൾക്ക്, ഇക്കായും മക്കളും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോറൊക്കെ എടുത്ത് കഴിച്ചു. അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ചോറ്, ആവശ്യത്തിന് ചോറ് വിളമ്പി അതിലേക്ക് ഒരു 2 പീസ് ഫിഷ് ഫ്രൈ എടുത്തു വെച്ചു. പിന്നെ കുറച്ച് മുട്ട, കുറച്ച് ഉപ്പും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് മുട്ട ചിക്കി പൊരിച്ചത്, പിന്നെ നമ്മുടെ ചീരത്തോരൻ, കുറച്ച് മോര് കാച്ചിയത്, പിന്നെ ഒരു പപ്പടം, പിന്നെ ആവശ്യത്തിന് ചമ്മന്തിപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ ഉച്ച ഊണ്. അപ്പം വളരെ ഹെൽത്തി തോരനാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചച്ചീര തോരനാണ് ഇന്ന് തോരനായിട്ട് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മെഴുക്കുവരട്ടിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നുമില്ല. ആവശ്യത്തിൽ കൂടുതൽ കറികളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കറികളൊക്കെ ഇത് മതി. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് പറയുന്നത്. മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും മോര് കാച്ചിയതും എന്തെങ്കിലും ഒരു തോരനും ഒക്കെ ചേർത്തിട്ട്, പപ്പടമൊക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു തനി നാടൻ കേരള സ്റ്റൈൽ ഉച്ചയൂണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള കുറച്ച് വിശേഷങ്ങളും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒന്ന് കുറിക്കാൻ തോന്നി, സ്നാക്കായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാൻ തോന്നിയപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള 2 അച്ചപ്പം, പിന്നെ ബട്ടർ കുക്കീസ്, ഒരു പിസ്ത ടൈപ്പ് ബട്ടർ കുക്കീസും, വേറെ എന്തോ അങ്ങനെ എന്തോ. പിന്നെ അതിനുശേഷം കുട്ടികൾക്ക് മധുരമായിട്ട് എന്തെങ്കിലും കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോഴത്തേനും നമ്മുടെ കയ്യിൽ കുറച്ച് ഡോണറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഡോണറ്റ്സ് എടുത്ത് അത് ചെറിയ പീസായിട്ട്, അവർക്ക് കംപ്ലീറ്റ് ആയിട്ടല്ല കൊടുക്കുന്നത്, ചെറിയ പീസായിട്ട് അവർക്ക് അത് കൊടുത്തു. അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേനും ചായ, അപ്പോൾ 1 കപ്പ് ചൂട് ചായയും അതുപോലെ തന്നെ ചായയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കപ്പ വറുത്തതും, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്കി റസ്ക്, അങ്ങനെ അതൊക്കെ ചേർത്തിട്ട് ആണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ ടൈപ്പ് സ്നാക്സ് ഉണ്ടെങ്കിലും ഈ ചൂട് ചായയും കൂട്ടിയിട്ട് ഈ റസ്കിൽ മുക്കി കഴിക്കാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ടീ ആൻഡ് സ്നാക്ക് ടൈം ആകുമ്പോഴത്തേനും ചായയുടെ കൂടെ എപ്പോഴും ഇപ്പോൾ നമ്മൾ റസ്ക് എടുക്കാറുണ്ട്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്കി റസ്ക്കാണ്. റസ്ക് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് കിട്ടും. അപ്പോൾ ഇത് മിൽക്ക് റസ്ക്കാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള. അപ്പോൾ വൈകുന്നേരത്തെ ടീ ആൻഡ് സ്നാക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡിന്നർ ഒരു 7:30, 8 ഒക്കെ ആയപ്പോഴത്തേനും നമ്മുടെ ഡിന്നർ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചിരട്ടപ്പുട്ടും അതുപോലെ തന്നെ മട്ടൻ കറിയുമാണ് നമ്മുടെ
ഡിന്നറിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ പുട്ടൊക്കെ കുറച്ച് കൂടുതൽ ആക്കിയിട്ടുള്ള, അപ്പം ഇക്കാക്കും മക്കൾക്കും ഒക്കെ ഈ ഒരു ചൂട് പുട്ടും അതുപോലെ തന്നെ മട്ടൻ കറിയുമാണ്. പിന്നെ എനിക്ക് രാത്രിത്തേന് വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നത് നമ്മുടെ തിക്കിടി ഉണ്ടല്ലോ, നമ്മുടെ തിക്കിടിയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കാണിച്ചല്ലോ ആ സെയിം തിക്കിടിയും മട്ടൻ കറിയുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി ടേസ്റ്റി ഡിഷസ് എന്ന് പറയുന്നത്. വീക്ക് ഡേ സ്പെഷ്യൽ ഡിഷസ് ആണ്. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോഴത്തേനാണ് നമ്മൾ കുറച്ച് പുറത്തെ വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ എൻ്റെ ലഞ്ചും ടേസ്റ്റി ഡിന്നറും പിന്നെ ഇടയ്ക്കൊക്കെയുള്ള ചെറിയ ചെറിയ സ്നാക്സും കഴിക്കലും അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.